വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ. സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത്. അതോടെ സിനിമയിൽ നിന്നും പിന്മാറിയ താരം 15 വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത്. താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ്. ഇപ്പോഴിതാ ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉള്ളിടത്തോളം കാലം മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് നടി മഞ്ജു വാര്യർ. കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് മഞ്ജു ഇക്കാര്യം പറഞ്ഞത്. നടൻ ടൊവിനോയും മഞ്ജു വാര്യർക്കൊപ്പം ഉണ്ടായിരുന്നു. താനും ടൊവിനോയും ഇന്നിവിടെ നിൽക്കാൻ കാരണമായത് മലയാള സിനിമയാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. മലയാള സിനിമയെ സംബന്ധിച്ച് സങ്കടകരമായ ഘട്ടത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. ആ കാർമേഘങ്ങളൊക്കെ ഒഴിയട്ടെ, എല്ലാം കലങ്ങി തെളിയട്ടെ എന്നും മഞ്ജു വാര്യർ പറഞ്ഞു. എമ്പുരാന്റെ ഷൂട്ടിംഗ് തകൃതിയായി നടക്കുന്നുണ്ടെന്നും ഈ വരുന്ന 16-ാം തീയതി മുതൽ താനും ആ ചിത്രത്തിന്റെ ഭാഗമാകുമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ വലിയ കോലാഹലമാണ് മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നടൻ സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ എന്നിവരുൾപ്പെടെ ചില താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി വന്നിരുന്നു. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം നടൻ നിവിൻ പോളിക്കെതിരെയും പീഡന പരാതി വന്നിരുന്നു. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തത്. എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 6-ാം പ്രതിയാണ് നിവിൻ എന്നാണ് വിവരം. വിദേശത്ത് വെച്ച് തന്നെ ചിലർ പീഡിപ്പിച്ചുവെന്നും നിവിൻ പോളിയും ആ സമയം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പരാതിക്കാരി പറയുന്നത്. യുവതിയുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിദേശത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സാധ്യമല്ലാത്തതിനാലാണ് പരാതിക്കാരി സ്ഥലത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് പറയുന്നത്. അതേസമയം തനിക്കെതിരായ പീഡന വാർത്ത വ്യാജമാണെന്ന് നിവിൻ പോളി പറഞ്ഞു. വാർത്ത തെറ്റാണെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും നിവിൻ പോളി പറഞ്ഞു. അതിനായി ഏതറ്റം വരെ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പരാതിക്കാരെ അറിയില്ലെന്നാണ് നിവിൻ പറയുന്നത്. പരാതിക്കാരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും നിവിൻ പോളി പറഞ്ഞു. അതേസമയം തനിക്കെതിരെയുള്ള കള്ളക്കേസ് ചൂണ്ടിക്കാട്ടി അദ്ദേഹം DGPക്ക് പ്രാഥമിക പരാതി നൽകിയിട്ടുണ്ട്.